നമസ്തേ, ഞാൻ ഡോക്ടർ പ്രിയാലക്ഷ്മി. ഡോക്ടർ ഗെയിലിലേക്ക് സ്വാഗതം. പലപ്പോഴും ഒപിയിൽ വരുന്നവരോടൊക്കെ തന്നെ ആഹാരത്തിനെ ഔഷധമാക്കാൻ പറയാറുണ്ട്. അപ്പോൾ പലരോടും പറഞ്ഞ ഒരു റെസിപ്പിയാണ്, പലർക്കും അറിയാം. അപ്പം ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവെങ്കിൽ ആകട്ടെ. കാരണം നമുക്ക് ചമ്മന്തി ആരുമില്ല. ചമ്മന്തി എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ ആ ചമ്മന്തിയെ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചമ്മന്തിയെ ആക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ചമ്മന്തിക്ക് നമുക്കറിയാം എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങ, ചുവന്നുള്ളി, മുളക്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സാധനം നമ്മൾ ഇഞ്ചി, സർവ്വരോഗഹാരിയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചുവന്നുള്ളി ചുട്ട ചുവന്നുള്ളിയാണ്, ചുട്ട മുളക്. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൊടങ്ങലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഏറ്റവും ഒരു ദിവ്യ ഔഷധമായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു സാധനമാണ് ഈ കൊടങ്ങൽ എന്ന് പറയുന്നത്. കാരണം അതിന് ബുദ്ധിയെ കൂട്ടാനുള്ള കഴിവുണ്ട്, ഓർമ്മശക്തിയെ കൂട്ടും, മാനസിക സമ്മർദ്ദത്തിനെ കുറയ്ക്കും, നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മൗത്ത് അൾസർ, വയറിൻ്റെ കുടലിൻ്റെ രോഗങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ കൊടങ്ങൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ അടുത്തതാണ് നെല്ലിക്ക നമുക്കറിയാം ഏറ്റവും ഒരു ദിവ്യൌഷധമായിട്ട് വീണ്ടും പറയുന്ന ഒരു സാധനമാണ് നെല്ലിക്ക. അപ്പം നമുക്ക് സാധാരണ പുളിയൊക്കെയാണ് നമ്മൾ ചമ്മന്തിക്ക് ചേർക്കുന്നത്. അതിന് പകരം നമുക്ക് എന്തായിരിക്കും ഈ പുളി ചേർക്കാം, നെല്ലിക്ക. കാരണം വൈറ്റമിൻ സി ആണ്, സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതാണ്. അപ്പോൾ പലരും വിചാരിക്കുമെന്ന് പറയുന്നത് ഈ കുടങ്ങൽ ചേർക്കുമ്പോൾ കയ്പ്പ് വരുത്തില്ല. കാരണം കുടങ്ങലിനൊരു കയ്പ്പുണ്ട്. അപ്പോൾ ഈ കുടങ്ങലിനെ കയ്പ്പ് കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്ദുപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇന്ദുപ്പ് ചേർത്ത് ഒരു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയ സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി. അപ്പോൾ നമ്മുടെ ആഹാരത്തിനെ ഔഷധമാക്കുന്ന കൊടങ്ങൽ ചമ്മന്തി എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്.